ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ അങ്ങനെ എണ്ണിപ്പിറക്കി തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് അരുന്ധതി ദേവി എന്തൊക്കെയോ പറയുന്നുണ്ട്. അരുന്ധതി ദേവിയല്ല, അരുന്ധതി എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, താൻ കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു രഹസ്യം അത് പരസ്യമായെന്നും അത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഇനി തനിക്ക് എന്ത് തീരുമാനമെടുക്കണമെന്നറിയില്ല എന്നും ഒരിക്കലും തൻ്റെ ഈ വീടിന്റെ അവകാശവും അതുപോലെ മഹാദേവന് ഒരേ ഒരു മകൾ മതി, അത് എന്നും എന്നും ആ ഒരേ ഒരു മകൾ മാത്രം മതി മഹാദേവന്, അവിഹിതത്തിലുണ്ടായ മകൾ വേണ്ട എന്നുമൊക്കെയാണ് ആ ഒരു ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് പുറപുറത്ത് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് അനസൂയ വരികയാണ്. അപ്പൊ അനസൂയ വന്നിട്ട് ഏടത്തി എന്താ ഏടത്തി ഈ കാണിക്കുന്നത്, ഏടത്തിയുടെ ചേച്ചി നാട്ടോ, ചേച്ചി എന്താ ഈ കാണിക്കുന്നത്, ചേച്ചിയുടെ സമനില തെറ്റിയോ, എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നത്, ആ ഫോട്ടോ നോക്കി ഇനി എന്തെങ്കിലും സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഞാൻ എൻ്റെ ഈ വിഷമം മുഴുവൻ, എൻ്റെ ഈ ഭാരം മുഴുവൻ ഞാൻ എവിടെയാണ് ഇറക്കി വെക്കേണ്ടത്, ഇത്രയും നാള് ആരും അറിയാതെ സൂക്ഷിച്ചു കൊണ്ട് നടന്ന ആ ഒരു രഹസ്യം, അതും അവൾ ഏത് ദിക്കിലാ ഏത് കോണിലാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമ്മൾ ഇതുവരെ തിരക്കിയിട്ടില്ല. സത്യം പറഞ്ഞാല് അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ, അവൾ ഈ ഭൂമിയിൽ പിറന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ ജന്മം അവസാനിപ്പിച്ചേനെ എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ അനസൂയ പറഞ്ഞു, ചേച്ചി എന്താ ഈ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും മഹാദേവനേട്ടന്റെ മോളല്ലേ, അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, അവളെ ഇവിടെ മഹാദേവേട്ടന്റെ മകളാണെന്നും പറഞ്ഞുള്ള പട്ടം കൊടുത്ത് ഈ ഇന്ത്യവരം തറവാട്ടിലെ അവകാശിയാക്കി തീർക്കാനാണോ നീ വിചാരിച്ചിരിക്കുന്നത്? വേണ്ട, ഒരിക്കലും വേണ്ട. കേണൽ മഹാദേവന് ഒരേ ഒരു മകളേ ഉള്ളൂ. ആ ഒരേ ഒരു മകൾ എന്നും എന്റെ മകളായിരിക്കണം, അല്ലാതെ വേറൊരു അവകാശിയും ഇവിടെ ഒന്നിനും വരേണ്ട കാര്യമില്ല. ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അനസൂയ പറഞ്ഞു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഓർക്കണം, രക്തത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവൾ അവകാശം വന്ന് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത് ചോദിക്കാതിരിക്കുന്നത് അവളുടെ മര്യാദ. ഇനി അങ്ങനെ വന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവൾക്ക് നിയമത്തിന്റെ പഴുതിലൂടെ എങ്ങനെ അവൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ അവകാശം അവൾ നേടിയെടുക്കും. നമ്മൾ ഒത്തിരി മസിൽ പിടിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ, നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് നീ എൻ്റെ കൂടെ വന്നതും നീ എൻ്റെ സൈഡിൽ നിൽക്കാനാ, അല്ലാതെ നീ ഒരിക്കലും വേറെ ആരുടെയും സൈഡിൽ നിൽക്കാനല്ല. നീ എൻ്റെ അനിയത്തിയാ, അപ്പം ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കൂടെ നിൽക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ ലക്ഷ്മിയും മഹാദേവന്റെ മുമ്പിൽ ചെന്ന് തൊഴുത് നിന്ന് പറയുന്നുണ്ട്, മഹേശ്വരന്റെ മുമ്പിൽ ചെന്ന് തൊഴുത് നിന്ന് പറയാ, മഹേശ്വരേട്ട എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി, ഒരിക്കലും അത് പാടില്ലായിരുന്നു, ഒരു ഭാര്യയും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാന് ചെവി കൊണ്ട് കേട്ടത് മാത്രമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയോട് മഹേശ്വരൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ സ്ഥാനത്തല്ല, നീയെന്നല്ല, നിന്റെ സ്ഥാനത്ത് ഏതൊരു പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ നീ തെറ്റിദ്ധരിക്കും, അങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോഴും അവിടെ നമ്മുടെ ഗാഥ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ സുജാതയും അങ്ങനെ നമ്മുടെ നന്ദ ചെന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. വിഷമിക്കൊന്നും ചെയ്യരുത് മോളുടെ അച്ഛന് ഇപ്പം ജീവിച്ചിരിപ്പില്ല എങ്കിലും മോൾ ഇത്രയും നാളിന് മനസ്സിൽ കൊണ്ടു നടന്ന അച്ഛന് ഇത്രയും വലിയൊരു മനസ്സുള്ള ഒരു അച്ഛനെ നിനക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അടുത്ത് നിന്ന് നമ്മുടെ മഹേശ്വരൻ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോൾ ഒരിക്കലും വിഷമിക്കരുത്, മോളുടെ അച്ഛൻ എന്നും ഞാൻ തന്നെയാണ്, അങ്ങനെ മോൾ കരുതിയാൽ മതി, കരുതുകയല്ല വേണ്ടത്, ഞാൻ തന്നെയാണ് മോളുടെ അച്ഛൻ. എന്ത് പ്രതിസന്ധിയിലും മോളുടെ കൂടെ ഇത്രയും നാൾ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ, ഇനിയും ഈ അച്ഛൻ തന്നെ മോളുടെ എന്ത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാകും, മോൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങ് നീങ്ങിപ്പോയി നേരമൊക്കെ വെളുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സുജാതയും മകളും പോകാനുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ല, പോകണം. അപ്പം ആ ഒരു പോകാൻ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ബാഗും എല്ലാം ഒക്കെ പാക്ക് ചെയ്തു വെച്ചു. അവിടെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഗൗതം ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞു പെങ്ങള് തന്നെയാണ്, ഒരിക്കലും പെങ്ങളല്ലാതെ വരില്ല, അതായത് തൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ഇവരൊക്കെ ഒരേ രക്തമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എൻ്റെ പെങ്ങള് തന്നെ ആയിരിക്കും എന്നും നീ എൻ്റെ പെങ്ങള് തന്നെയാണ് എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഗൗതമിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഗൗതത്തിൻ്റെ അടുത്ത് പോകുക ഏട്ടാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ഏട്ടാവിളിയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്ത സങ്കടമാണ് നന്ദയ്ക്കും അതുപോലെ തന്നെ ലക്ഷ്മിക്കും മഹേശ്വരനും ഒക്കെ വരുന്നത്. ഒരു മനസാക്ഷിയും ഇല്ലാതെ തന്നെയാണ് ഇന്ദീവരം തറവാട്ടിലെ തറവാട്ടമ്മയായ അരുന്ധതി പെരുമാറുന്നത്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇവിടെ ആർക്കും ഒരു സോഫ്റ്റ് കോർണറും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇവൾ അവിഹിതത്തിൽ ഉണ്ടായവളാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസമൊക്കെ മേപ്പോട്ട് വലിച്ചു കയറ്റി കീപ്പോട്ടൊക്കെ ഇറക്കി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അനസൂയയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അനസൂയയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറാണോ പോസിറ്റീവ് ക്യാരക്ടറാണോ, അതായത് നമ്മുടെ അനസൂയ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായത്തെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അനസൂയയെ അരുന്ധതി അത് എതിർക്കുകയാണ്. പിന്നെ അരുന്ധതി പറയുന്നത് മാത്രമേ അനസൂയയ്ക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സ്വന്തം ചേച്ചി പറയുന്നതാണല്ലോ അനുസരിക്കത്തുള്ളൂ. അപ്പൊ ഏതായാലും നാളെ ആ വീട്ടിൽ നിന്ന് ഗാഥ ഇറങ്ങുമ്പോൾ പടി ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ നന്ദ ഒരു തീരുമാനമെടുത്തു. നന്ദ അവിടെ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. നന്ദ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം നന്ദയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായത്തിന്റെ സൈഡ് മാത്രമേ നന്ദ നിൽക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ആ ഒരു തീരുമാനത്തിലെത്തുകയാണ്. വേറെ ഒരു തീരുമാനവുമല്ല, ഉറപ്പായിട്ടും അവളുടെ അവകാശം ഞാൻ നേടിക്കൊടുക്കും. ഗാഥയുടെ അവകാശം താൻ നേടിക്കൊടുത്തിരിക്കും. ഗാഥയുടെ അച്ഛൻ മരിച്ചുപോയ കേണൽ മഹാദേവനാണെങ്കിൽ അതങ്ങനെ തന്നെ നിലനിൽക്കും. ആ അവകാശം ഞാൻ നേടിക്കൊടുക്കും എന്ന ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മുടെ നന്ദി അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പിങ്കി വീണ്ടും വശത്ത് പിടിക്കുകയാണ്. അരുന്ധതിനെ എരിവും പിരിയും ഒക്കെ കയറ്റിക്കൊണ്ട് ആ കുടുംബത്തിൽ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇനി പിങ്കി. അങ്ങനെ പിങ്കി അരുന്ധതിയുടെ അടുത്ത് ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഒറ്റ ഒരുത്തി കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവകാശം തേടിപ്പിടിച്ച് ഗാഥ വരാൻ കാരണമെന്നും ഗാഥയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇന്ദീവരം തറവാട് പൂർണ്ണമായും ഇടിച്ചു കളയാനാണ്, ഈ തറവാട്ടിൽ ക്ഷതം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നും അരുന്ധതിയോട് പറയുകയാണ്. അരുന്ധതി അത് വിശ്വസിക്കും. കാരണം അരുന്ധതിക്കിപ്പം വേറൊന്നുമല്ല വേണ്ടത്. അരുന്ധതിക്കിപ്പോൾ ഒന്നേ ഉള്ളൂ, തൻ്റെ അവകാശം, വേറൊരു അവകാശി ആ വീട്ടിൽ വരാൻ പാടില്ല. തൻ്റെ മകൾ പ്രിയ മാത്രമായിരിക്കണം മഹാദേവന്റെ എല്ലാ അവകാശങ്ങൾക്കും എന്താ പറയുക അവകാശി എന്ന് പറയുന്നത്. വേറൊരു അവകാശി അവിടെ വരരുത് എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി പിങ്കിയുടെ കൂടെ നിന്ന് എന്ത് ചെറ്റത്തരം ചെയ്യാനും നമ്മുടെ അരുന്ധതി തയ്യാറാവുകയാണ്. പക്ഷേ അനസൂയ എന്നും സൈലന്റ് ആയിട്ട് നിന്നാലും അനസൂയ നന്ദയുടെ സൈഡാണ് കേട്ടോ. അനസൂയ എന്ന് പറയുന്നത് അരുന്ധതിയുടെ അനിയത്തിയാണെങ്കിലും ന്യായമായിട്ട് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. നന്ദയെ പോലെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ തന്നെ നിൽക്കും. പക്ഷേ നമ്മുടെ അരുന്ധതിനെ വെറുപ്പിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുമെന്നും പറയാൻ പറ്റില്ല. എങ്കിലും ആ ഒരു രീതിയിലാണ് പോകുന്നത്. തനിക്ക് ദോഷം വരരുത്, നല്ലത് മാത്രം നടക്കണം, എന്നാൽ ചേച്ചി ഇഷ്ടമാണോ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നാളെ വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഇതിനു മുമ്പായിട്ട് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ആരും കണ്ടില്ലെങ്കിൽ കയറി കാണുക. അതും ടിസ്റ്റോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാം. രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം നമ്മൾ രാവിലെ 6:45-നും അതുപോലെ തന്നെ ഗൗതമിന്റെയും നന്ദയുടെയൊക്കെ നമ്മളൊരു 9 മണിക്കാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു 7:45 ആകുമ്പോൾ എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.